we are dealing with module 4, the marginalized and their rights. ഈ യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്കൊരു മലാല യൂസഫ്സായിയുടെ ഒരു UN നടത്തിയിട്ടുള്ള when she was shot by Taliban and she was awarded for the Nobel. On the platform of Nobel, she made a speech and the speech was here for you. So we can start. UN's speech, July 12, 2003. So this UN speech was given on her 16th birthday, right? And in 2013, 9 months after being shot by this Taliban. She addressed the United Nations as a part of her campaign to ensure. So we know she was a person who stand for education, especially for education of girl children. So the platform itself, she make use of it as a platform to campaign in order to ensure free compulsory education for every child. So in the speech, she highlighted her focus on education as well as women's rights and urged the world leaders. We know Nobel കൊടുക്കുന്ന സമയത്ത് almost all the world leaders will be there. So she made use of the platform. So she addressed and urged all the world leaders to change their policies and mend them in a way in order to ensure every girl child of their country is endowed with free education, free and compulsory education. And also she wants them to make strict action against illiteracy, poverty and terrorism. So July 12th, നമുക്കറിയാം ജൂലൈ 12th 2003 when she was awarded, it was celebrated as Malala Day in honor of the young leaders' activism to ensure education for all children. So let us start with each and every word of what Malala has said. Malala Yousafzai. So let us start. In the name of God, the most beneficent, the most merciful, Honorable UN Secretary General Mr. Ban Ki-moon, respected President General Assembly Yuk Jaramik, Honorable UNNY for Global Education Mr. Gordon Brown, respected elders and my dear brothers and sisters. Today is an honor for me to be speaking again after a long time. Being here with such a honorable people is a great moment in my life. ശരിക്കും അതൊരു ഗ്രേറ്റ് മൊമെൻ്റ് ആണല്ലോ. 12 വയസ്സായൊരു കുട്ടി വേൾഡ് ലീഡേഴ്സ് എല്ലാവരും ഉള്ളൊരു പ്ലാറ്റ്ഫോമിൽ യുണൈറ്റഡ് നാഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ആ ഒരു സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇറ്റ്സ് എ ഹോണറബിൾ മൊമെൻറ്റ് ആൻഡ് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഫോർ ഹെർ ഇൻ ഹെർ ലൈഫ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ആദ്യത്തെ 2 പാരഗ്രാഫ് നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹൗ ടു മേക്ക് എൻ സ്പീച്ച് എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് എ സ്പീച്ച്. സോ ജസ്റ്റ് റീഡ് ചെയ്യുക ഒരു ഫസ്റ്റ് പാരഗ്രാഫ്. ഇപ്പോൾ ഞാൻ വായിച്ച അതേ കാര്യങ്ങൾ തന്നെ നോക്കുക. സോ ഷി വാസ് സ്റ്റാർട്ടിങ് വിത്ത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദ മോസ്റ്റ് ബെനിഫിഷ്യൻ, ദ മോസ്റ്റ് മേഴ്സിഫുൾ. ആൻഡ് ദെൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന UN സെക്രട്ടറിനെ അഡ്രസ്സ് ചെയ്യുന്നു. ആൻഡ് ജനറൽ അസംബ്ലി പ്രസിഡൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു. പിന്നീട് ലോക നേതാക്കളെയും ദെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓഡിയൻസിനെയും എല്ലാവരെയും, അതായത് അത് ലൈവായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ എല്ലാവരെയും ഒരേ സമയം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സ്പീച്ച് തുടങ്ങുന്നത്. ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. സോ നമ്മളോടിപ്പോൾ നിങ്ങളോട് എക്സാം എഴുതുമ്പോൾ നിങ്ങളോട് സ്പീച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീച്ച് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് കാണാപാഠം പഠിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് തന്നെ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. സോ വെൻ വി ആർ ഗിവൺ എ പ്ലാറ്റ്ഫോം ടു സ്പീക്ക്, നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ് ദ ഒറിജിനൽ തിങ്. സോ ഹിയർ ഓൾസോ മലാല, ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. അതേപോലെ തന്നെ പറയണം, എവിടെയാണ് എൻ്റെ പ്രസംഗം തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്റ്റിംഗ് മീ ടു സേ. അല്ലെങ്കിൽ ജനങ്ങൾ എൻ്റെ വായിൽ നിന്ന് എന്താണ് വരണേന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് അതും അറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു
to God for whom we all are equal, and thank you to every person who has prayed me for the fast recovery and a new life. ആദ്യം തന്നെ 9 മാസം മുന്നേ വെടിവെച്ച് ഒരുപാട് ആഴ്ചകളോളം ഹോസ്പിറ്റലിൽ കിടന്ന് ലോകമെമ്പാടും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ദൈവത്തിന് നന്ദി. അതുപോലെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ മനുഷ്യനോടും അവൾ നന്ദി പറയുകയാണ്. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. അത്രമാത്രം ഈ ലോകത്തുള്ള ആളുകൾക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഷി കനോട്ട് ബിലീവ്. ഷീ സേസ് താങ്ക് യു ടു ഓൾ ഓഫ് ദം. താങ്ക് യു to the children whose innocent words encouraged me. Thank you to my elders whose prayers strengthened me. So കുട്ടികളോട് അവരുടെ ആ ചെറിയ കുട്ടികൾ അവരത്രയും സ്നേഹത്തോടെ ഇവരെ വിളിച്ച് ഇവർ പെട്ടെന്ന് കുട്ടികളുടെ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കുന്നതാണല്ലോ. ദെൻ താങ്ക് യു ഫോർ ദ എൽഡേഴ്സ്, കാരണം അവരുടെ സപ്പോർട്ടിന് their prayers strengthened her, she says. I would like to thank my nurses, doctors and all of the staff of the hospitals in Pakistan and UK and the UAE government who have helped me to get better and recover my strength. സോ UAE ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ യു കെക്കും അതുപോലെ പാകിസ്ഥാനിലെ ഹോസ്പിറ്റലിൽ ചെയ്ത എല്ലാ സ്റ്റാഫിനും നന്ദി പറയുന്നു. ആദ്യം ജീവൻ തിരിച്ചു കിട്ടിയത് കൊണ്ടാണല്ലോ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആദ്യം നന്ദി പറയുന്നു. ആൻഡ് ഈ 2 പാരഗ്രാഫും കഴിഞ്ഞു. And I fully support Ban Ki-moon, Mr. Ban Ki-moon, the Secretary General, in his Global Education First Initiative and the work of UN Special Envoy, Mr. Gordon Brown. And I thank them both for the leadership they continue to give. They continue to inspire all of us to action. So, ദെൻ വീണ്ടും ബാൻ കി മൂണിനും അതുപോലെ തന്നെ UN സ്പെഷ്യൽ എൻവോയ് ആയിട്ടുള്ള മിസ്റ്റർ ഗോർഡൺ ബ്രൗണിനും വീണ്ടും നന്ദി പറയാണ്. ആൻഡ് വിഷ് ദം ടു കണ്ടിന്യൂ ടു ഇൻസ്പയർ all around the world. Dear brothers and sisters, and then she come into the topic, to the formal speech. Dear brothers and sisters, do remember one thing. എല്ലാവരെയും പ്രിയപ്പെട്ട നമുക്ക് വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അമേരിക്കയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് മാത്രം പറഞ്ഞു. ബാക്കി എല്ലാവരും ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഹീ സ്റ്റാർട്ടഡ് വിത്ത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നിങ്ങനെ വിളിച്ചപ്പോഴേക്കും ഒരുപാട് നേരം നിർത്താതെ കയ്യടി ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു റിമെമ്പർ വൺ തിങ്. Malala Day is not my day. So when you address July 12th as a Malala Day, please do not forget the others who take their life service as a social service. എന്നെ പോലെ ഒരുപാട് പേരുണ്ട്, അതായത് മലാല ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും മറന്നു പോകരുത്. സോ വെൻ യു മെൻഷൻ മലാല ഡേ, ഇറ്റ്സ് നോട്ട് ഹെർ ഓൺ ഡേ. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവറി വുമൺ, every boy and every girl who have raised their voice for their rights. ഇത് ആരൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ടോ, ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ ദിവസമാണ്. There are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve their goals of education. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ലോകത്ത് മനുഷ്യാവകാശത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ അവകാശങ്ങൾ, നഷ്ടപ്പെട്ട അവകാശങ്ങൾ, പിടിച്ചു വയ്ക്കപ്പെട്ട അവകാശങ്ങളൊക്കെ നേടിത്തരാൻ വേണ്ടി സ്വന്തം കാര്യം പോലും നോക്കാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ദിവസമാണിന്ന്. Thousands of people have been killed by the terrorists and millions have been injured. So അവർ പലരുടെയും മരണങ്ങൾ അറിയപ്പെട്ടിട്ടില്ല, പലരുടെയും അപകട നിലകൾ തരണം ചെയ്തിട്ടില്ല. പലരും ഇപ്പോഴും അവരവരുടെ ആ മിസ്ഫോർച്യൂണിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് അറിയാത്തവരുണ്ട്. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. പക്ഷെ ഞാൻ അവരിലൊരാളാണ്. സോ ഹിയർ ഐ സ്റ്റാൻഡ് വൺ ഗേൾ എമംഗ് മെനി. സോ അവരിലൊരാളായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാനിവിടെ നിൽക്കുകയാണ്. സോ ഐ ആം ഹിയർ, ഐ സ്റ്റാൻഡ് ഫോർ ദം, ഐ അഡ്രസ് ദം. മലാല ഡേ ഈസ് ദെയർ ഡേ, or Malala Day is the day of people who raised their voice for their rights.
So move on to the next paragraph. I speak not for myself but for all girls and boys. ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി, എല്ലാ ആൺകുട്ടികൾക്കും എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. I raise up my voice not so that I can shout but so that those without a voice can be heard. സോ ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തുന്നുണ്ട്. അത് വെച്ചാൽ എനിക്ക് ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഷൗട്ട് ചെയ്യാൻ പാകത്തിനല്ല, എനിക്ക് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് ഉച്ചത്തിൽ കേൾക്കുന്നു അങ്ങനെയല്ല. ഞാൻ എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ ശബ്ദം ഉയർത്തുന്നത്? സോ ദാറ്റ് ദോസ് വിതൗട്ട് എ വോയിസ് ക്യാൻ ബി ഹിയർഡ്. ശബ്ദമില്ലാതിരിക്കുന്ന, പേടിച്ചിട്ട് ഭീഷണിയുടെ മുമ്പിൽ ശബ്ദം ഉയർത്താൻ പേടിച്ച് ശബ്ദം താഴ്ത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട്, അവർ കേൾക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ദേ ടു ക്യാൻ റൈസ് themselves, they too can clean their throat and make a voice. So those who have fought for their rights to live in peace. അപ്പോൾ ആരൊക്കെ ഈ ലോകത്ത് ശബ്ദമുയർത്തിയിട്ടുണ്ടോ, അത് മാർട്ടിൻ ലൂതർ കിങ് ആയാലും ഗാന്ധി ആയാലും നെഹ്റു ആയാലും ആരൊക്കെ ആയാലും നെൽസൺ മണ്ടേല ആയാലും ആരൊക്കെ ശബ്ദമുയർത്തിയിട്ടുണ്ടോ, they have the their right to live in peace. അവരുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് they want to live in peace. പക്ഷേ നമുക്കറിയാം അൺഫോർച്ചുനേറ്റ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് അവർക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടിയിട്ടില്ല. അവർ എന്താണ്, സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്, പക്ഷേ അവരുടെ ഫോളോവേഴ്സിനാണ് അത് കിട്ടിയിട്ടുള്ളത്, ഒരിക്കലും അവർക്കല്ല. പക്ഷേ അറ്റ് ദ മൊമെൻ്റ് ഓഫ് ഡൈയിങ് അവരെപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ ലൈഫ് ഒരിക്കലും ഒരു വേസ്റ്റ് ആയില്ല, ആരാലും അറിയപ്പെടാതെ പോയില്ല, ആർക്ക് വേണ്ടിയും നന്മ ചെയ്യാതിരുന്നിട്ടില്ല, ഓരോ മൊമെൻറ്റിലും അവർ നന്നായി ജീവിക്കുകയായിരുന്നു.